എല്ലാവർക്കും യു കെ നെറ്റ് സോണിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. +2 അക്കൗണ്ടൻസിലെ രണ്ടാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള അധ്യായത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിലും ഈ ടോപ്പിക്ക് വരുന്നുണ്ട്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. എന്താണ് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കേണ്ടത് ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടി വരക്കുന്ന അക്കൗണ്ടാണ് എന്ത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഈ അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം നെറ്റ് പ്രോഫിറ്റ് ആദ്യം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഓരോ പാർട്ട്നേഴ്സിലേക്കും തമ്മിലുള്ള എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ കാണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ബാലൻസിൻ്റെ വാല്യൂ പ്രോഫിറ്റ് ആണോ ലോസ് ആണെങ്കിലും അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് വരുന്ന അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് ഏത് ഭാഗത്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്തേക്ക് എഴുതും അല്ലേ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ വരക്കുമ്പം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തിനകത്ത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. എന്താണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ക്ലിയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി എന്നുള്ളത്, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റും ലോസും ഒരേ ഇതിനകത്ത് തന്നെ വരില്ല. പക്ഷെ എന്താണ്, ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ലോസ് ആയിരിക്കും. അപ്പം നെറ്റ് ലോസ് ആണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതെന്താണ് ലോസ് ആണെങ്കിലാണ്. ക്ലിയർ. അപ്പോൾ നമ്മൾ രണ്ട് ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജേണൽ എൻട്രി പറയുമ്പോൾ തന്നെ നിങ്ങളത് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് പഠിച്ച് പോവുക. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്നൊരു ഭാഗം കൂടിയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, സാലറി ഉണ്ട്, അതുപോലെ തന്നെ കമ്മീഷനുണ്ട്. ഇവയൊക്കെ വരുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഈ സൈഡിലാണ് ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഇത് ഭാഗത്താണ് വരുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ക്ലാസ്സിൽ കൂടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതൊക്കെ വരുന്നത് ഇത് ഭാഗത്താണ്, ഡെബിറ്റ് ഭാഗത്താണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ അത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എവിടെയായിരിക്കും വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിനകത്ത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലേ. അപ്പോൾ ജേണൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും എന്ത് സാലറി എന്നുള്ളത്. ജേണൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സാലറി അക്കൗണ്ട്. അതുപോലെ തന്നെ കമ്മീഷൻ ആണെങ്കിലോ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചാൽ നിങ്ങൾ ആ മൂന്നെണ്ണം അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ജേണലിനാണ് പറഞ്ഞിട്ടുള്ളത്? ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ലോസ്, പിന്നീട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നീട് എന്താണ് പാർട്ട്നേഴ്സിൻ്റെ സാലറി, പിന്നീട് കമ്മീഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു എന്താണ് എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിനകത്താണ് വരിക എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏത് ഭാഗത്തായിരിക്കും വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് ക്രെഡിറ്റ് ഭാഗത്തായിരിക്കും അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ള ഏത് ഭാഗത്താണ്? ക്രെഡിറ്റ് ഭാഗത്താണ്.
അപ്പോൾ ജേണൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് ഭാഗത്താണ് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയാണ് വരിക? ഡെബിറ്റ് ഭാഗത്താണ് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതെന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെയാണ് സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ എഴുതുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റിക്കാണ്ട് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാര്യം കൂടി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്, അത് റിസർവ് ആണ്. എന്താണ്? റിസർവ് ആണ്. ഈ റിസർവിൻ്റെ വാല്യൂ, റിസർവ് നമ്മൾ എന്താണ് മാറ്റി വെക്കുന്ന മോഡൽ റിസർവ്. അപ്പോൾ ആ റിസർവിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതില്ലേ? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും അല്ലേ? അപ്പോൾ ഈ റിസർവിൻ്റെ വാല്യൂ നമ്മൾ എന്താണ് നീക്കിയിരിപ്പ് നടത്തുന്നതാണ്. അപ്പോൾ ആ റിസർവിൻ്റെ വാല്യൂ വരുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് വരും റിസർവ്. ഇത് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. ബാക്കി പഠിക്കാനൊന്നുമില്ല, ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. റിസർവ് എവിടെ വരും? ഡെബിറ്റ് ഭാഗത്ത് റിസർവ് വരും. ജേണൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു റിസർവ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു റിസർവ് അക്കൗണ്ട്. നരേഷനായിട്ട് എഴുതാം എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു റിസർവ്. ക്ലിയർ? ഇനി ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ അക്കൗണ്ട് നമ്മളൊന്ന് പേപ്പറിനകത്ത് നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പം ഇത്രയും അക്കൗണ്ട് നമ്മൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അങ്ങ് ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നത്? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ചിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ എഴുതും. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ചിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിനകത്തൊരു ബാലൻസ് വരില്ലേ? ആ ബാലൻസ് ആയിരിക്കും എന്ത്? പ്രോഫിറ്റ് എന്നുള്ളത്. ഈ പ്രോഫിറ്റാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് തരത്തിൽ വരക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തൊക്കെയാണ്? ഫിക്സഡ് മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഉണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഏത് മെത്തേഡിലാണ് വരക്കുക? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ് വരക്കുക. അങ്ങനെയാണെങ്കിലാണ് എന്ത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്. ഫിക്സഡ് മെത്തേഡിലാണെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെ വാല്യൂ നമ്മൾ എഴുതുന്ന എവിടെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാൻ പറഞ്ഞതാണ്. കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട്. ഈ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലേക്കാണ് ഫിക്സഡ് മെത്തേഡ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ കറൻറ്റ് അക്കൗണ്ട് എന്നാണ് വരിക. ആ ഒരു ഭാഗം നമ്മൾ ഓർമ്മിക്കാം. ഇതെന്താണ്? പ്രോഫിറ്റ് ആണെങ്കിലാണ്. ഇങ്ങനെയാണെങ്കിൽ ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് ഭാഗത്ത് വരും? ക്രെഡിറ്റ് ഭാഗത്ത് വരും. എന്താണെങ്കിൽ ലോസ് ആണെങ്കിൽ, ലോസോ പ്രോഫിറ്റ് ഏതെങ്കിലും ഒന്നാലും ഉണ്ടാവുള്ളൂ. ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും ക്രെഡിറ്റ് സൈഡിനേക്കാൾ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ബാലൻസ് വരും. ഇതാണ് ലോസ് എന്നുള്ളത്. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് എന്ന രണ്ട് ജേണൽ എൻട്രി, പിന്നീട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ സാലറി, പിന്നീട് പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷൻ, പിന്നീട് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് റിസർവ് എന്നുള്ളത്, പിന്നീട് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ദ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ജേണൽ എൻട്രി നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ സാലറി, അതുപോലെ കമ്മീഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഏത് സൈഡിലാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ എഴുതുന്നത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എഴുതുന്നു. ഓക്കെ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എവിടെ എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതും. ശ്രദ്ധിക്കുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പോൾ എവിടെയൊക്കെ എഴുതുക? ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക അല്ലേ? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ എവിടെയാണ്? ഡെബിറ്റ് ഭാഗത്താണ് വരിക. അതുപോലെ തന്നെയാണ് സാലറിയും കമ്മീഷനും എന്നുള്ളത്. ക്ലിയർ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പം
ഡെബിറ്റ് ഭാഗത്ത് എഴുതുക. അല്ല ഇൻട്രസ്റ്റ് ആൻഡ് ഡ്രോയിങ്സ് എന്നുള്ളത് അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ഭാഗത്താണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ജേണൽ ഉണ്ടെന്ന് ക്ലിയർ ആക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. അതോടൊപ്പം തന്നെ മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കൊമേഴ്സ് ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. കൂടുതൽ കൊമേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യൂ. താങ്ക് യു.